ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ ജയ ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അപാരമായ കൃപാകടാക്ഷം കൊണ്ട് ഒരു ദിവസം കൂടി സത്സംഗത്തിന് അനുവദിച്ചു തന്നു. മനസ്സുകൊണ്ട് ഞാൻ എന്നും സത്സംഗത്തിലാണെങ്കിലും നമ്മൾ തമ്മിൽ നേരിട്ടിട്ട് ഇതുപോലെ കുറച്ച് ദിവസങ്ങളായി. വൈശാഖ മാസത്തിലെ എല്ലാ ദിവസവും രാവിലെ 5:30 സത്സംഗം നമ്മൾ പതിവുള്ളതാണ്. ഈ വൈശാഖ മാസം അതിനായിട്ട് സാധിച്ചില്ല. എങ്കിലും മനസ്സുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ സത്സംഗത്തിലാണ്. എല്ലാവരും നന്നായിരിക്കണമെന്ന് വിചാരിക്കണം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഭഗവാന്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ബോംബെയിലാണുള്ളത് മകൻ്റെ കൂടെ. ചെറിയ മകൻ അമേരിക്കയിൽ PhDക്ക് പോയിരിക്കുന്ന ചെറിയ മകൻ ഹരികൃഷ്ണൻ നാട്ടിൽ വന്നിട്ടുണ്ട്. ഹരികൃഷ്ണൻ്റെ വിവാഹം ഏകദേശം ശരിയായി. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും. അതിന് ശേഷമാണ് നാട്ടിലേക്ക് പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ജൂലൈ മാസം വരെയുള്ള ഒരു തിരക്കാണ്. ജൂലൈ 10-ാം തീയതിയാണ് മകൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത്. ഹരിപ്രിയ എന്നാണ് ആ മോളുടെ പേര്. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കിലാണ്. അതുകൊണ്ടാണ്. കർമ്മപ്രാരാബ്ധങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അതും ഭഗവാൻ നമുക്ക് തന്ന ഒരു നിയോഗമല്ലേ. പൂർവ ജന്മാർജിത കർമ്മത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ നമുക്കതായി ശരീരത്തിലിരുന്നു കൊണ്ട് അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യ ശരീരം തന്ന് നമ്മളേതാ ഭഗവാൻ ഇവിടേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഒരു ഗൃഹസ്ഥാശ്രമിയുടെ ധർമ്മങ്ങൾ, അതൊക്കെ ഈശ്വരപൂജ പോലെ ചെയ്യാൻ ഭഗവാൻ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം അങ്ങനെ മാറി നിൽക്കേണ്ടി വന്നു. ഇടയിൽ സമയം കാരണം ഇവിടുത്തെ ഒരു സൗകര്യങ്ങൾ അറിയാലോ. നമ്മുടെ നാട്ടിലുള്ള പോലെയല്ല. നാട്ടിലാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് നമുക്ക് സത്സംഗത്തിലിരിക്കാം. ഇവിടെ ആ പരിമിതമായ സ്ഥല പരിമിതിക്കുള്ളിലിരുന്നിട്ട് സാധിക്കില്ല. പിന്നെ കുഞ്ഞുവാവയും ഉണ്ട് ഇവിടെ. അപ്പം അത് കാരണം കൊണ്ട് വേണ്ടതുപോലെ അത് സാധിക്കണില്ല. അതുകൊണ്ടാണ് വരാൻ സാധിക്കാത്തത്. എന്തായാലും എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. ഒരുപാട് ദിവസങ്ങളായി നമ്മൾ ഒരുമിച്ച് നാമം ജപിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ നാമം മുല്ലോർലി ദേവരുടെ മുമ്പിലുള്ള നാമജപം, തിരുവോണൂട്ട്, ഇതൊക്കെ ശരിക്കും ആ സന്നിധിയിലിരിക്കാൻ സാധിക്കാൻ വെച്ചാൽ മനസ്സുകൊണ്ട് എത്താൻ സാധിക്കുക എന്നല്ലാണ്ട് ഒന്നിനും സാധിക്കുന്നില്ല. ചില സമയത്ത് മനസ്സുകൊണ്ട് പോലും നമുക്ക് എത്താൻ പറ്റില്ല, ഓരോ കർമ്മത്തിൽ പെട്ടു പോകുമ്പോൾ. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും ജീവിതത്തിൽ വേണ്ടത് നാമജപമാണ്. അപ്പോൾ നമുക്കത് ഏറ്റവും നമ്മളിൽ നിന്ന് വിട്ടു പോണതും നാമജപമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കുറച്ച് നേരം നാമം ജപിക്കാം. പിന്നെ ഈശ്വരേച്ഛ പോലെ ഈശ്വരൻ എന്താണോ മനസ്സിൽ തോന്നിക്കണത് അതുപോലെ അതുപോലെ പറയാം.
നാമജപം എന്ന് പറയുമ്പോൾ ആ തേവരുടെ മുമ്പിലിരുന്ന് എല്ലാവരും കൂടി നാമം ജപിക്കുന്ന ഒരു സുഖം ഇവിടുത്തെ നാമജപത്തിന് കിട്ടുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നാമജപം എപ്പോഴും സംഘമായിട്ട് ഒരുമിച്ചിരുന്നിട്ട് ആണ് അനുഭവമാവുക. പിന്നെ എന്തായാലും ആ ഭഗവാന്റെ നാമം എപ്പോഴും എവിടെ ഇരുന്നിട്ട് അതിലല്ല എണ്ണമറ്റാ തിരുനാമമുള്ളതിൽ ഒന്നു മാത്രമൊരിക്കലൊരു ദിനം, അങ്ങനെ ഒരു ദിനം ഒന്നെങ്കിലും ജപിക്കാൻ സാധിക്കാൻ ചില ഭാഗ്യമാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചുറ്റും ഇരിക്കുന്നുണ്ട് എന്നുള്ള അതേ ഉറപ്പോട് കൂടിയിട്ട് നിങ്ങൾ ഉറക്കം ജപിക്കണമെന്നുള്ള അതേ ഒരു അനുഭവത്തോടു കൂടിയിട്ട് നാമം ജപിക്കാൻ എനിക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നാമം ജപിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമഃ. ഭഗവാന്റെ ബാലലീലകളിലെ ഏതെങ്കിലും ഒന്ന് നമുക്കിന്ന് അനുസ്മരിക്കാം. ഒരുപാട് നാളായി കഥകളായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ഭഗവാന്റെ ബാലലീലകൾ അനുസ്മരിക്കാം. അതിൽ ഇപ്പം മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന കാര്യം, ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ വൃന്ദാവനത്തിൽ, അവിടെ ആ വൃന്ദാവനത്തിലും ഒരു സേതുബന്ധനം എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം നമുക്ക് കാണാം. അത് കാണുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ചരൺ പഹാടി എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. അവിടെ ഭഗവാന്റെ ആ പാദം പതിഞ്ഞത്, അതായത് ഒരിക്കൽ ഭഗവാൻ പശുക്കളെയൊക്കെ മേച്ച് നടക്കുന്ന സമയത്ത് മനോഹരമായിട്ട് ഒരു പാറയുടെ സമീപത്ത് ഇരുന്നു കൊണ്ട് മനോഹരമായിട്ട് വേണു ഊതാൻ തുടങ്ങി. അപ്പോൾ ഒരു പാറയിലിരുന്ന് തൻ്റെ പാദങ്ങൾ മറ്റൊരു പാറയിൽ വച്ചുകൊണ്ട്, ഓടക്കുഴലും ഒക്കെ വച്ചുകൊണ്ട് ആ വേണു ഊതാൻ തുടങ്ങി. അപ്പോൾ കണ്ണൻ്റെ പ്രിയപ്പെട്ട നന്ദിനി പശു വേഗം വന്ന് ആ രണ്ട് പാദങ്ങൾ ആ കല്ലിലേക്ക് കയറ്റി ഭഗവാന്റെ പാദത്തോട് ചേർത്ത് അതിൻ്റെ ശിരസ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ വേണുഗാനം അലിഞ്ഞ് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ആ അലിഞ്ഞ് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ആ രാഗത്തിലൂടെ ഭഗവാൻ വായിച്ച് ആ വേണു ഊതി വന്ന് അത്രയും മനോഹരമായി എല്ലാ ചരാചരങ്ങളും, അതായത് ചലിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ചരാചരങ്ങളും നിശ്ചലമായി എന്ന് വിചാരിച്ചാൽ, അങ്ങനെ പറയുമ്പം ഈ പറവകളൊക്കെ പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികളൊക്കെ പറക്കാണ്ട് ഒരു സ്ഥലത്ത് മരത്തിൽ വന്നിരുന്നു. കാറ്റ് വീശിക്കൊണ്ടിരുന്ന ആ കാറ്റ് വീശാതെ വൃക്ഷലതാദികളൊക്കെ കാറ്റിനനുസരിച്ചിട്ട് അനങ്ങിയിരുന്നു. അതൊക്കെ ചലനമറ്റ് നിന്നു. പിന്നെ പാറിപ്പറന്നു നടന്ന കിളികളും പൂമ്പാറ്റകളും വണ്ടുകളും ശബ്ദമൊന്നും ഉണ്ടാക്കാണ്ട് എല്ലാം നിശ്ചലമായി ചലിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ, കളകളാരവം മുഴക്കിക്കൊണ്ട് ഒഴുകുന്ന പുഴ പോലും ശാന്തമായിട്ട് ഒഴുകാതെ നിശ്ചലമായി നിന്നു എന്നാണ് പറയണേ. അങ്ങനെ നിന്നു. പക്ഷേ അചലങ്ങളായതൊക്കെ ഇങ്ങനെ ചലിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും അനങ്ങാത്ത ആ പാറ, ആ ഭഗവാന്റെ വേണുഗീതം കൊണ്ട് ആ ഭഗവാന്റെ പാദം വച്ചിരിക്കുന്ന ആ പാറയുടെ ഭാഗം വെണ്ണ പോലെ ഉരുകാൻ തുടങ്ങി എന്നാണ് പറയണത്. അത് ചൂടുകൊണ്ടല്ല ഉരുകാൻ തുടങ്ങിയത്, ആ പരമപ്രേമം കൊണ്ട്. അലിയ എന്ന് പറയണ്ടല്ലോ, അലിഞ്ഞു പോവുക, ഉരുകി പോവുക എന്ന് പറയാൻ പറ്റില്ല, അലിഞ്ഞു പോവുക. പ്രേമത്തിൽ അലിഞ്ഞ് വെണ്ണ പോലെ മൃദുവായിട്ട് തീർന്നു അത്ര ആ പാറ. അപ്പോൾ ആ പാദം, ഭഗവാന്റെ പാദം ആ പാറയിൽ പതിഞ്ഞു. അതാണ് ആ കല്ലിനെയാണ് പഹാടി, ചരൺ പഹാടി. അതവിടെ പൂജിക്കാനായിട്ട് വച്ചിട്ടുണ്ട്. അതൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ്. അവിടെ നിന്ന് നമ്മൾ നേരിട്ട് അടുത്ത് പോയിട്ടില്ല. അവിടെ നിന്നിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടെയുള്ള മഹാത്മാക്കൾ, അവിടെയുള്ള പണ്ഡിറ്റ്ജി പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നിന്ന് ദൂരെ അവിടെ നോക്കിയാൽ അവിടെയാണ് കാണുന്നത് സേതുബന്ധനാണ്. അവിടെ ശരിക്കും ഒരു രാമേശ്വരം എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ
അദ്ദേഹം അന്ന് പറഞ്ഞു തന്നൊരു കഥയാണ്. ഒരിക്കൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഗോക്കളെയൊക്കെ മേച്ച് ഉച്ച സമയത്ത് ആ പശുക്കളെ മേച്ച് ആദ്യമൊക്കെ എന്താണെന്ന് വെച്ചാൽ ഉച്ചവരെ മാത്രമേ പശുക്കളെ മേച്ച് നടക്കാറുള്ളൂ. ഉച്ചയായി കഴിഞ്ഞാൽ എല്ലാത്തിനെയും മാറ്റി തെളിച്ച് അവിടെ സ്വന്തം ഗൃഹത്തിലേക്ക് പോരുകയാണ് പതിവ്. പിന്നീട് ഭഗവാൻ എന്തു ചെയ്തു, തൻ്റെ ഓരോ ലീലകളും ഓരോ ദിവസം ഓരോ പുതുമയാണല്ലോ അപ്പോൾ പിന്നീട് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ആഹാരം ഒക്കെ പൊതി കെട്ടി കൊണ്ടുപോകാൻ തുടങ്ങി. ആഹാരം കൊണ്ടുപോയിട്ട് ഉച്ചയ്ക്ക് അവിടെ ഇരുന്ന് അതിമനോഹരമായിട്ട് വനഭോജനമൊക്കെ നടത്തി. അങ്ങനെ പശുക്കളോടും കുട്ടികളോടൊക്കെ കൂടിയപ്പോൾ ഉച്ച സമയത്ത് ആ വെയിലിൻ്റെ സമയത്ത് തണലുള്ള എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്ന് വിശ്രമിക്കും. അപ്പോൾ പശുക്കളും അവിടെ എവിടെയൊക്കെ ഇങ്ങനെ കിടക്കും. അതിനുശേഷം ആ വെയിലാറിക്കഴിയുമ്പോൾ വീണ്ടും കുറച്ച് സമയം കൂടി ആ പശുക്കളെ മേച്ച് അവർ പുല്ലൊക്കെ തിന്ന് വയറ് നിറയുമ്പോൾ ഏകദേശം ഒരു സായം വൈകുന്നേര നേരത്ത് ആ സൂര്യാസ്തമയത്തിന് മുമ്പാണ് പശുക്കളെയൊക്കെ ആട്ടിത്തെളിച്ച് ഗൃഹത്തിലേക്ക് വരിക. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ആ പശുവിനെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി അമ്മമാർ 2 നേരം പശുവിനെ കറക്കൂത്രേ. അപ്പോൾ രാവിലെയും വൈകുന്നേരം പശുവിനെ കറക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു മരത്തിൻ്റെ ചുവട്ടിൽ വന്നിരുന്ന് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇരിക്കുന്ന സമയത്ത് എന്തോ ഭഗവാൻ ഓരോ ലീലകൾ ഭഗവാന്റെ ആ ചിന്തകളിലാണല്ലോ വരുന്നത്. അപ്പോൾ ഭഗവാൻ എന്തോ ചിന്തിച്ചുകൊണ്ട് തൻ്റെ ആ മനോഹരമായിട്ടുള്ള ആ വേണു എടുത്ത് ഊതാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ആ വേണുഗീതം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് ഗോപികമാരാണ്. അപ്പോൾ ഗോപികമാർക്ക് എല്ലാവർക്കും ഭഗവാന്റെ വേണുഗീതം കേൾക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ അവർ ഭഗവാന്റെ ആ വേണുഗീതത്തിനനുസരിച്ച് എല്ലാവരും ആ വനത്തിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്ന എങ്ങനെയാണോ സമുദ്രത്തിൻ്റെ അടുത്തേക്ക് നദി ഒഴുകുന്നത്, അതുപോലെയാണ് ഓരോരോ ഗൃഹങ്ങളിൽ നിന്നും ഓരോരോ ഗോപികമാർ ആ വേണുഗീതം കേട്ട് ഇറങ്ങി വന്ന് ഒരുമിച്ച് കൂടി അവർ ആ വനത്തിലേക്ക് ഉച്ചമയക്കത്തിലാണ്. എല്ലാവരും ഉച്ചയ്ക്ക് ഉറങ്ങുകയാണ്. ഓരോ ഗൃഹങ്ങളിലുള്ളവരൊക്കെ അവരവരുടെ ജോലികളൊക്കെ തീർത്ത് ഉറങ്ങണു. ഗോപികമാർ മാത്രമാണ് ഭഗവാന്റെ ആ വേണുഗീതം കേൾക്കണത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ആ കണ്ണനിലേക്ക് ആ വേണുനാദത്തിലൂടെ ഭഗവാൻ അവരെ പിടിച്ചു വലിച്ചു എന്ന് തന്നെ പറയാം. അവരൊഴുകിയെത്തി. അപ്പോൾ എന്തെന്നില്ലാത്തൊരു ഭാവത്തോടു കൂടിയിട്ടാണ് അവർ വന്നത്. അങ്ങനെ ആ കണ്ണൻ അവിടെ മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ചാരി കിടക്കുകയാണ്, കാലൊക്കെ നീട്ടി വെച്ചപ്പോൾ. ആ സമയത്ത് ഗോപികമാർ വരുമ്പോൾ കാണുന്നത് ധാരാളം വാനരന്മാർ ഇങ്ങനെ ചുറ്റുമുണ്ട്, കണ്ണൻ്റെ ചുറ്റുമുണ്ട്. അപ്പോൾ ഗോപികമാർ ഈ ഒരു ഇത് കണ്ടപ്പോൾ കണ്ണനെ പരിഹസിക്കാൻ തുടങ്ങി. അവർക്ക് എപ്പോഴും ഈ സ്നേഹത്തോടു കൂടിയിരിക്കുന്ന സമയത്ത് ആ പരസ്പരം തമാശയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുക എന്ന് വിചാരിച്ചാൽ അത് അങ്ങനെയുള്ളൊരു പരിഹാസമല്ല, കളിയായിട്ട് പറയുക. അത് ഒരു രസത്തിന് വേണ്ടിയിട്ട് പരിഹസിക്കുക എന്നുണ്ടല്ലോ. അങ്ങനെ ഉള്ള ഭാവത്തിൽ ആ കണ്ണനോടുള്ള ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെ കണ്ണനെ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പരിഹസിക്കാൻ തുടങ്ങി കുരങ്ങന്മാരുടെ കൂടെ ഇരിക്കുമ്പോൾ. അപ്പോൾ ചോദിച്ചു, ഗോപികകളെ, നിങ്ങളെന്തിനാ എന്നെ ഇങ്ങനെ പരിഹസിക്കണത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. കണ്ണൻ കളവൊന്നുമല്ല പറഞ്ഞത്, സത്യമല്ലേ? കണ്ണൻ ആരാണെന്ന് ആർക്കാ മനസ്സിലാക്കാൻ പറ്റുമല്ലേ? നമുക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ കണ്ണൻ പറയണു, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളെന്നെ പരിഹസിക്കണത്. ഞാനേ കഴിഞ്ഞ ജന്മം ശ്രീരാമസ്വാമി ആയിരുന്നു, അതുകൊണ്ടാണ് ഈ വാനരന്മാരൊക്കെ എൻ്റെ ചുറ്റിലും വന്ന് നിന്ന് ഇരിക്കണത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതെ ശ്രീരാമസ്വാമി തന്നെയാണെന്ന് മനസ്സിലാവണ്ടേ.
ആ ശ്രീരാമസ്വാമി ആരായിരുന്നു? മര്യാദാ പുരുഷോത്തമനായിരുന്നു അല്ലേ? ആ ശ്രീരാമസ്വാമിയുടെ ഗുണങ്ങളെ പറ്റിയിട്ട് ഗോപികമാരിങ്ങനെ പറയാൻ തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇതിലെ ഏതെങ്കിലും ഒരു ഗുണം കണ്ണാ നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അന്ന് ശ്രീരാമസ്വാമി, കണ്ണനൊന്നും കളവ് പറയണില്ല കേട്ടാ, സത്യമായിട്ടാണ് പറയണേ. അന്ന് ആ ശ്രീരാമസ്വാമി ആയിരുന്ന സമയത്ത് പലരും പല വിധത്തിൽ എന്നോട് പലതും ആവശ്യപ്പെട്ടു. പക്ഷെ അന്നത്തെ ആ ഒരു രീതി അതായതുകൊണ്ട് എനിക്കതൊന്നും സാധിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എല്ലാവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്ന് അവതരിച്ചത്. പക്ഷേ ഇവർക്കൊക്കെ മനസ്സിലായി ഞാൻ ആരാണെന്ന്, നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഗോപികമാരൊക്കെ ഇങ്ങനെ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു വാനരൻ ഓടി വന്ന് ഭഗവാന്റെ കണ്ണൻ്റെ പാദത്തിൽ വന്നിങ്ങനെ നമസ്കരിക്കണ പോലെ കിടന്നു. അപ്പോൾ വേഗം ഗോപികമാർ ചോദിച്ചു, ഓ ഇതാവൂല്ലേ ഹനുമാൻ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ, അത് ഹനുമാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഗോപികമാർ പിന്നെയും പരിഹസിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, എന്താ നിങ്ങൾക്ക് വിശ്വാസമാവണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് കണ്ണനെ വിശ്വാസം തന്നെ, കണ്ണന് ഒരിക്കലും കളവൊന്നും പറയലില്ല, എപ്പോഴും നേരല്ലേ പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും ഗോപികമാർ പരിഹസിച്ചപ്പോൾ പറഞ്ഞു, അങ്ങനെ ഓരോ കളി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, പെട്ടെന്ന് അതിൽ ഒരു ഗോപി പറഞ്ഞു, അല്ല കണ്ണൻ രാമനാണെന്നല്ലേ പറഞ്ഞേ, ഇവരൊക്കെ കണ്ണൻ്റെ അനുയായികളായ വാനരന്മാരാണ് എന്നും പറഞ്ഞു. അപ്പം അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു യമുന നദിയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഒഴുകിക്കൊണ്ടിരിക്കുന്ന യമുനയുടെ തീരത്തായിരുന്നു ആ കണ്ണൻ അവിടെ ഇരുന്ന് ആ കദംബത്തിൻ്റെ ചോട്ടിലിരുന്നായിരുന്നു വേണു ഊതിക്കൊണ്ടിരുന്നത്. അപ്പം പറഞ്ഞു, എന്നാൽ ഈ ഒരു ഭാഗത്ത് ഒരു സേതു ബന്ധിക്കാൻ ഇവരോട് പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ കണ്ണൻ പറഞ്ഞു, തീർച്ചയായിട്ടും അതെ, സേതു ബന്ധിക്കാൻ പറയാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതാ അപ്പോൾ രാമനും ലക്ഷ്മണനും കൂടിയിട്ടല്ലേ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് രാമേട്ടനെ വിളിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇതാണ് ലക്ഷ്മണൻ, ഞാൻ ശ്രീരാമസ്വാമിയാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിന്നു. എന്നിട്ട് ഭഗവാൻ ആ വാനരന്മാരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു. എല്ലാവരെയും ഓരോരുത്തരെയും ആ രാമായണ കാലത്ത് ഉണ്ടായിരുന്ന ആ വാനരന്മാരുണ്ടല്ലോ, അവരുടെയൊക്കെ പേരുകൾ ഓരോരുത്തരെയും എടുത്തു വിളിച്ചുകൊണ്ട് നീലൻ, ഗവൻ, അങ്ങനെയുള്ള ആ ഒരു പേരുകൾ, അങ്കദൻ എന്നൊക്കെയുള്ള പേരുകളുണ്ടല്ലോ, അവരൊക്കെ ആ പേരുകളൊക്കെ വിളിച്ചുകൊണ്ട് രണ്ടുപേരും രാമലക്ഷ്മണന്മാരെ പോലെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ വാനരന്മാർ പേരുകളൊക്കെ കേട്ടിട്ട് വരുന്നത് പോലെ കണ്ണൻ്റെ മുന്നിൽ ആ രാമകൃഷ്ണന്മാരുടെ മുമ്പിൽ വന്നു നിന്നു. ഇത് കണ്ടപ്പോൾ അത്ഭുതമായി ഗോപികമാർക്ക്. എന്നിട്ട് അവരോട് പറഞ്ഞു, ഈ ഒരു നദിയിലൂടെ ഒരു സേതുബന്ധനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ നദിയിലൂടെ അപ്പോഴേക്കും വാനരന്മാരെല്ലാവരും ചേർന്ന് വലിയ സമുദ്രത്തെ ബന്ധിച്ച് അവർക്കുണ്ടോ ചെറിയൊരു ചിറ കെട്ടാനായിട്ട് ഇത്ര പാട്, ഒരു പുഴയ്ക്ക് ഒരു ചിറ കെട്ടാൻ ഇത്ര പാടുണ്ടോ, അവരെല്ലാവരും കൂടിയിട്ട് അതിമനോഹരമായിട്ടുള്ള ആ നദിയുടെ അപ്പുറത്തേക്ക് കിടക്കാനായിട്ട് ഒരു ചിറയൊക്കെ കെട്ടി. അപ്പോൾ അതിലൂടെ എല്ലാവരും നടന്ന് അപ്പുറത്ത് കടന്ന്, അപ്പോൾ അവിടെ ആ സേതുബന്ധനം ത്തിൻ്റെ ആ ഭാഗത്ത് ഭഗവാൻ ശ്രീരാമസ്വാമി ഒരു ശിവനെ പ്രതിഷ്ഠിച്ച് പൂജിച്ചിട്ടുണ്ടായിരുന്നു. മഹാദേവൻ എല്ലാ ലീലകളിലും, വൃന്ദാവനത്തിൻ്റെ ഒരു മഹത്വം അതാണ്. വൃന്ദാവനത്തിൽ എവിടെ നോക്കിയാലും ഒരു ശിവലിംഗം ഇല്ലാത്ത സ്ഥലം ഉണ്ടാവില്ല. ഇടയിലൊക്കെ നമുക്ക് ഇടയ്ക്കൊക്കെ ശിവലിംഗം കാണാം. അപ്പോൾ മിക്ക സ്ഥലത്തും ശിവലിംഗം കാണാൻ, ഓരോ ലീല ആടിയ സ്ഥലത്തും
പൂജിക്കുന്നതായിട്ടും പൂജിക്കാത്തതായിട്ടും ആയിട്ടുള്ള ശിവലിംഗങ്ങൾ ധാരാളം വൃന്ദാവന ഭൂമിയിൽ കാണാൻ കഴിയും. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഹാദേവൻ സദാ ഈ കൃഷ്ണലീലകളെ ആസ്വദിച്ചുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വ്രജവാസികൾ അതിൻ്റെ ഒരു പറയുന്നത്. കാരണം പരമപ്രേമത്തിൻ്റെ ആ രസത്തിനെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ആ വേണു തന്നെയാണ്, വംശി തന്നെയാണ് ശിവൻ എന്ന് മഹാത്മാക്കൾ അനുസ്മരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാന്റെ ലീലകളാടണോടത്തൊക്കെ അത് കാണാൻ കൊതിച്ചുകൊണ്ട് മഹാദേവൻ അതിനു വേണ്ടിയിട്ട് ശ്രീകൈലാസത്തിൽ നിന്ന് എത്ര കാലമാണോ ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ ലീലകളാടിയത്, ആ കാലം മുഴുവനും ഭൂമിയിൽ ഭഗവാനോടുകൂടെ. നമുക്കാണ് 125 വർഷം എന്ന് പറയുമ്പോൾ അധികം ആയിട്ടുള്ള കാലം അല്ലേ, അവർക്ക് അത്രയൊന്നുമില്ല. നമ്മുടെ 125 വർഷം എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ദേവൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് അത്ര നീണ്ട കാലയളവൊന്നുമല്ല. അപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ ലീലകളാടിയ അതേ സമയത്ത് മുഴുവനും മഹാദേവൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ സേതുബന്ധനത്തിൻ്റെ അടുത്ത് എങ്ങനെയാണോ രാമേശ്വരം പ്രതിഷ്ഠിച്ചത്, അതുപോലെ ഇവിടെയും ഒരു രാമേശ്വരനെ പ്രതിഷ്ഠിച്ചു എന്ന് മഹാത്മാക്കൾ അനുസ്മരിച്ചിട്ടുള്ളൊരു ഭാഗം എന്തോ ഇന്ന് എനിക്ക് അതാണ് മനസ്സിൽ നിങ്ങളോട് പറയാനായിട്ട് തോന്നിയത്. അത് ആ മഹാദേവൻ്റെ മഹത്വം ശരിക്കും ആ ഭഗവാന്റെ വേണുവായിട്ട് ഓരോരുത്തരോടും ഓരോന്നായിട്ട് മാറിക്കോളൂ എന്ന് പറയുമ്പോൾ ഞാനിതാ ഭഗവാന്റെ വേണുവായിട്ട് മാറിയിട്ട് ആ പരമപ്രേമത്തെ ആ പ്രേമം കൊണ്ടാണ് ഭഗവാൻ എല്ലാവരെയും ആകർഷിക്കുന്നത്. അപ്പം ആ പ്രേമരസത്തെ എല്ലാവരിലേക്ക് എത്തിക്കുന്നത് ആ മഹാദേവനാണ്. അതുകൊണ്ട് തന്നെ പറയും ആ മഹാദേവൻ്റെ നാമം ധാരാളം ജപിച്ചുകൊണ്ട് ഹരേ രാമ മന്ത്രം ജപിച്ചാൽ നമുക്ക് കൂടുതൽ ആസ്വാദ്യമായിട്ട് ധാരാളം മഹാദേവൻ്റെ നമശിവായ ജപിക്കുക. നമശിവായ ജപിച്ച് മനസ്സിന് ഒരു കുളിർമ വരുമ്പോൾ ഹരേ രാമനാമം ജപിച്ചു കഴിഞ്ഞാൽ ആ രാസരസം അനുഭവമായിട്ട് തീരും എന്നൊക്കെ മഹാത്മാക്കൾ അനുസ്മരിച്ച് നമുക്ക് അറിയാം. നമുക്ക് തന്നെ അനുഭവമുണ്ട്. മനസ്സിന് വല്ലാണ്ട് നാമം ജപിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സൊന്നും നിൽക്കില്ല. മനസ്സ് നിൽക്കാത്ത സമയത്ത് ഇതുപോലെ നമശിവായ ജപിച്ച് കുറച്ച് നേരം ജപിച്ചിട്ട് പിന്നെ നാമം ജപിക്കുമ്പോൾ മനസ്സ് ശാന്തമായിട്ട് ആ നാമജപം ആസ്വദിച്ചുകൊണ്ട് ജപിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അത് ആ രാസരസത്തിൻ്റെ ഒരു അല്പം നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു അനുഭവമാണ്. ഒരുപാട് കഥകൾ മഹാദേവനോടനുബന്ധിച്ചിട്ടുള്ളത് വൃന്ദാവനത്തിലെ ഒരുപാട് കഥകളുണ്ട്. അത് മനോഹരമായിട്ടുള്ള കഥകളാണ്. നമുക്ക് അത്രയും ഒരു ഇഷ്ടം തോന്നുന്ന രീതിയിൽ ആദ്യമായിട്ട് മഹാദേവൻ ഒരു വൃദ്ധൻ്റെ വേഷമൊക്കെ ധരിച്ച് വൃന്ദാവനത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു രംഗമുണ്ട്. വൃദ്ധൻ്റെ വേഷം ധരിച്ചിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ, ആ ഉണ്ണിക്കണ്ണനെ കാണാൻ പ്രസവിച്ചിട്ട് അധികം ആയിട്ടില്ല. അങ്ങനെയല്ല, ഒരു 2-3 മാസമൊന്നും ആയിട്ടില്ല. അത്രയും ചെറിയ കുട്ടിയാണ്. നല്ലോണം മലർന്ന് കിടന്ന് കയ്യും കാലൊക്കെ ഇട്ട് അടിച്ച് ചിരിച്ച് കളിക്കാൻ തുടങ്ങിയ ഒരു പ്രായമായപ്പോൾ മഹാദേവന് ആ പരബ്രഹ്മത്തിൻ്റെ ആ ഒരു ഭാവം തമത്ഭുതം ബാലകം അംബോജക്ഷണം അത്യത്ഭുത ഭാവം ഒന്ന് കാണണമെന്ന് മഹാദേവന് മോഹം തോന്നിയിട്ട് മഹാദേവൻ ഒരു വൃദ്ധ സന്യാസിയുടെ വേഷമൊക്കെ ധരിച്ചുകൊണ്ട് വൃന്ദാവനത്തിലേക്ക് വരികയാണ്. പക്ഷേ വൃന്ദാവനത്തിനെ അങ്ങോട്ട് സ്പർശിച്ച മാത്രയിൽ മഹാദേവൻ്റെ ആ ശരിയായ രൂപം തന്നെ ആ വൃദ്ധൻ്റെ ഭാവമൊക്കെ പോയിട്ട് ശരിക്കും ആ മഹാദേവൻ്റെ ആ ഒരു ഭാവം തന്നെയായി ഇത്ര വേഷമൊക്കെ മാറിയിട്ട്. അപ്പോൾ ശരിക്കും കാണുന്നവരെല്ലാവരും വിചാരിച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ സന്യാസിമാരൊക്കെ
പല വിധത്തിലുള്ള വേഷങ്ങളും ധരിച്ചുകൊണ്ട് ഇപ്പം മഹാദേവനോട് മഹാദേവൻ്റെ ഒരു ഭക്തനാണെങ്കിൽ മഹാദേവൻ്റെ വേഷം ധരിച്ച് നടക്കുക, കൃഷ്ണൻ്റെ ഭക്തനാണെങ്കിൽ കൃഷ്ണൻ്റെ വേഷം ധരിച്ച് നടക്കുക, മുരുകൻ്റെ ഭക്തനാണെങ്കിൽ മുരുകനെ പോലെ വേഷം കെട്ടി നടക്കുക, അങ്ങനെയൊക്കെ ഉണ്ട് സമ്പ്രദായം. അപ്പോൾ ഉദ്ധവരുടെ കഥ തന്നെ പറഞ്ഞാൽ ഉദ്ധവർ കൃഷ്ണനെ പോലെ തന്നെയായിരുന്നു അത്രേ. ഉദ്ധവർ കൃഷ്ണൻ ധരിച്ചിട്ട് ഇന്ന് കൃഷ്ണൻ ധരിച്ച് മാറ്റുന്ന കൃഷ്ണൻ്റെ ആ നിർമാല്യമാണ് ഉദ്ധവർ ധരിക്കുക. കൃഷ്ണൻ്റെ കഴുത്തിലൊക്കെ അണിഞ്ഞ മാല വാടുകയില്ല. അപ്പോൾ ആ മാലയൊക്കെ പുതിയതുപോലെ തന്നെ ഇരിക്കും. അതുപോലെ വസ്ത്രങ്ങളൊക്കെ കൃഷ്ണൻ്റെ ആ വസ്ത്രങ്ങൾ അതെല്ലാം ആണ് ആ ഉദ്ധവർ ധരിക്കുക. എപ്പോഴും ഉദ്ധവർ ആ കൃഷ്ണനെ പോലെ വേഷം അണിഞ്ഞ് നടക്കുകയായിരുന്നു അത്ര. അതുപോലെയായിരുന്നു എല്ലാം കൊണ്ടും ആ കൃഷ്ണഭാവം അനുഭവിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണൻ്റെ വേഷങ്ങൾ. അതുകൊണ്ടാണല്ലോ ഗോപികമാർക്ക് ഉദ്ധവർ വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ അത് കൃഷ്ണനാണെന്ന് തോന്നാൻ കാരണം ഒന്നാമത് ഈ വേഷവിധാനം, രണ്ടാമത് ഉദ്ധവരുടെ വസ്ത്രം അലക്കി അവിടെ പുറത്ത് അത് ഉണങ്ങാനായിട്ട് അയലിലിട്ടിരിക്കുന്നു. അതിൽ ആ കൃഷ്ണൻ്റെ കണ്ണ് നിന്നിങ്ങനെ ഇടയ്ക്ക് ആ കൃഷ്ണൻ ഇങ്ങനെ കണ്ണ് തുടയ്ക്കും. അപ്പോൾ കൃഷ്ണൻ്റെ ആ കണ്ണിൽ എഴുതിയിട്ടുള്ള ആ നീരാഞ്ജനം ആ മഞ്ഞപ്പട്ടിൽ പടരും. അത് ഗോപികമാർക്ക് അറിയാം അങ്ങനെ കൃഷ്ണൻ്റെ വസ്ത്രത്തിലുള്ള കാര്യം. അവിടെ അയലും ഇട്ടിരിക്കുന്ന ആ വസ്ത്രത്തിലും ആ കൃഷ്ണൻ്റെ കണ്ണിലെ ആ നീരാഞ്ജനം കണ്ടപ്പോൾ കൃഷ്ണൻ തന്നെയാണ് വന്നത് എന്ന് ഗോപികമാർ സംശയിച്ചു പോയി. അതുപോലെ കൃഷ്ണനെ പോലെ തന്നെ വേഷം കെട്ടും ഉദ്ധവരെ കണ്ടാൽ ഒരു നിമിഷം കൃഷ്ണനാണോ എന്ന് ധരിച്ചു പോകൂത്രേ. അത്രയും സാമ്യമുണ്ടെന്ന്. അതായത് ഒരാളെ തന്നെ നമ്മൾ വിചാരിച്ചുകൊണ്ട് അയാളുടെ പോലെ തന്നെ നമ്മൾ ആ ഒരു ശരിക്കും ആളുടെ രൂപഭാവങ്ങൾ നമ്മളിലേക്ക് വരും എന്നൊക്കെ ആണ് മഹാത്മാക്കൾ പറയണത്. അപ്പം അതുപോലെ അത്രയും ആണ് ഉദ്ധവർ. അതുപോലെ മഹാദേവൻ്റെ വേഷം കെട്ടിയിട്ടാണ് ആരോ വന്നത് എന്ന് ആണത്ര വ്രജവാസികളായിട്ടുള്ള ആ ഗോപികമാരും യശോദാമ്യൊക്കെ വിചാരിച്ചതേ. എന്നിട്ട് കണ്ണനെ കാണണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താലും കാണിച്ചു കൊടുക്കില്ലേ, കാരണം ഈ പാമ്പിനെയും ജടയും മുടിയൊക്കെ കണ്ടാൽ എൻ്റെ കുട്ടി പേടിക്കും എന്നൊക്കെ പറയും. അത് മനോഹരമായ വലിയൊരു കഥയാണ്, നല്ല രസമാണ് അത് ആസ്വദിച്ച് പറയുമ്പോൾ. നമുക്ക് ഓരോ ദിവസം പറയാനുള്ള കഥകളുണ്ട്. ഞാനിങ്ങനെ ചുരുക്കിയൊന്ന് അനുസ്മരിക്കണമെന്നേ ഉള്ളൂ മഹാദേവൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ. അപ്പോൾ ഒരുപാട് ചോദിച്ചു നോക്കുമ്പോഴും സമ്മതിക്കില്ല യശോദാമ്മ. അവസാനം പറയും ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടേ ഞാൻ പോകണുള്ളൂ എന്ന് പറയും. അപ്പോൾ പറയും എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, ആ ചിത്രമൊക്കെ അവിടെ മനോഹരമായി വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഈ കുട്ടിയെ എങ്ങനെ എടുത്തിട്ട് ഞാൻ അകത്ത് നിൽക്കാം, വലിയ ഒരു ചരക്കിൽ നിറച്ച് വെള്ളം നിറച്ച് പുറത്ത് വയ്ക്കാം, എന്നിട്ട് കുട്ടിയെ എങ്ങനെ പിടിച്ചിട്ട് അകത്ത് നിൽക്കും. അപ്പോൾ കുട്ടിയുടെ നിഴൽ ഈ വെള്ളത്തിൽ കാണും. അപ്പോൾ മഹാദേവൻ ആ നിഴലിൽ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ മഹാദേവൻ ഇങ്ങനെ നിഴലിലേക്ക് നോക്കി, അതും ഒരു മനോഹരമായ കാഴ്ചയാണല്ലോ. ഭഗവാനെ ഏത് വിധത്തിൽ കാണുകയാണെങ്കിലും മഹാദേവന് പരമാനന്ദമാണ്. അപ്പം മഹാദേവൻ ഇങ്ങനെ നോക്കണത് ആ ചിത്രമൊക്കെ ഉണ്ട്. ഒരു അമ്മ ആ ഒരു വാതിലിൻ്റെ അടുത്തായിട്ട് യശോദമ്മ കണ്ണനെ പിടിച്ച് നിൽക്കുന്നതും ചെരിഞ്ഞ് നിൽക്കുന്നതും ഈ ജലത്തിൽ ആ വലിയ ചരക്കിൽ വെള്ളം ആ ജലത്തിൽ പ്രതിബിംബം കാണുന്നതും ആ പ്രതിബിംബത്തിലേക്ക് ഇങ്ങനെ ഏന്തി നോക്കണ ശിവൻ. അപ്പോൾ ശിവൻ്റെ തലയുടെ കുറച്ച് ഭാഗവും ആ പ്രതിബിംബത്തിൽ കാണുന്നതുമായിട്ടുള്ള ആ ഒരു ചിത്രം അവിടെ ഉണ്ട്. അങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോഴും മഹാദേവന് തൃപ്തിയാവില്ല. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയേ കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് യശോദാമ്മ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകണം. അകത്തേക്ക് പോയി മഹാദേവൻ അവിടെ ഒരു സ്ഥലത്ത് മാറി അവിടെ ഇരുന്നു. കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ തുടങ്ങി ഭഗവാനെ ധ്യാനിച്ചിട്ട്. അപ്പോൾ ആ സമയം കുഞ്ഞ് വല്ലാണ്ട് കരയാൻ തുടങ്ങി. അപ്പോൾ ആദ്യം യശോദാമ്മ വിചാരിച്ചത് കുഞ്ഞ് പേടിച്ചിട്ട് തന്നെയാണ് കരയണേ. കാരണം ആ ജലത്തിൽ മഹാദേവൻ്റെ ശിരസിൻ്റെ ഭാഗമൊക്കെ കണ്ടുല്ലോ, അത് കുഞ്ഞ് വേണമെങ്കിൽ ജലത്തിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത് കണ്ട് പേടിച്ച് കരയാമെന്ന് വിചാരിച്ചു. പിന്നെ കരച്ചിലൊക്കെ നിർത്താണ്ടായപ്പോൾ
അവർക്ക് തോന്നി ആ വന്നിരിക്കുന്നത് സന്യാസി ഏതോ ഒരു മഹാത്മാവാണ്. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിഷമിപ്പിച്ചത് കൊണ്ട് കുട്ടിക്ക് എന്തോ ബുദ്ധിമുട്ട് വന്നതായിരിക്കും, എന്തോ അസുഖമായിരിക്കും എന്നൊക്കെ പേടിച്ചു പോയി. പിന്നെ ഗോപികമാരോട് പറഞ്ഞു പോയി അന്വേഷിച്ച് നോക്കുമെന്ന്. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്, മഹാദേവൻ. വേഗം അവർ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നു. അപ്പോൾ യശോദാമ്മ അവിടെ ആ നടുത്തളത്തിൽ ആ കണ്ണനെ വിരിച്ച് മനോഹരമായിട്ടുള്ള ആ കുഞ്ഞു മെത്തയിൽ വിരിച്ചിട്ട് അതിൽ ആ കണ്ണനെ കിടത്തി. അപ്പം മഹാദേവൻ വന്ന് കാണണു. അപ്പം മഹാദേവനെ കണ്ടതോട് കൂടിയിട്ട് കുഞ്ഞ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പം മഹാദേവൻ വേഗം കുഞ്ഞിനെ കയ്യിലെടുത്ത് തൻ്റെ മടിയിലിങ്ങനെ വച്ചു. പറഞ്ഞു, ഈ കുഞ്ഞിന് എപ്പോഴും ഓരോന്നും ഇങ്ങനെ ആയിട്ട് എപ്പോഴും ഭയമാണ് കുഞ്ഞിന്. ഓരോരോ അസുരന്മാരൊക്കെ വരികയല്ലേ, അപ്പം അങ്ങനെ ഭയമാണ് കുഞ്ഞിന്. അതുകൊണ്ട് ഭയം മാറാൻ അങ്ങ് എന്തെങ്കിലും ചെയ്യണം. അങ്ങ് നിസ്സാരക്കാരനല്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങ് ഏതോ വലിയ യോഗീശ്വരനാണ്. അപ്പം അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞിനെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് മഹാദേവന് ഒന്നുമില്ല. മഹാദേവൻ ആകെ കൂടെ ചെയ്യാനുള്ളത് എന്താ? നാമം ജപിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒന്നുമില്ല. ആ കണ്ണനെ മടിയിലെടുത്ത് വെച്ച് നാമം ജപിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വേഗം മഹാദേവൻ കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ച് നാമം ജപിക്കാൻ തുടങ്ങി. അതാണ് ഗോപാല സഹസ്രനാമം എന്ന് പറയുന്നത്. ആ ഗോപാല സഹസ്രനാമം ജപിക്കുക. പറഞ്ഞു, എന്നും എല്ലാവരും ഈ നാമം ജപിച്ചോളൂ. കണ്ണനറിയാം ഈ കുഞ്ഞിനെ ഒന്നും ബാധിക്കില്ല എന്ന്. പക്ഷേ ആ കുഞ്ഞിനെ ആശ്രയിച്ചിരിക്കുന്നവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ആ കണ്ണന് സന്തോഷമാവണമെങ്കിൽ ഒരേ ഒരു കാര്യമല്ലോ, എന്താ? നാമം ജപിക്കണം. അതാണ് മഹാദേവൻ പറയണത്. നാമം ജപിക്കണം കുഞ്ഞിന് സന്തോഷമാവാൻ. അപ്പോൾ പറഞ്ഞു, ഈ ഗോപാല സഹസ്രനാമം ജപിച്ചാൽ ഈ കുഞ്ഞെപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു പറഞ്ഞു. അതോടുകൂടിയിട്ട് എന്നും ആ വൃന്ദാവനവാസികൾ എന്നും അതെ ഗോപാല സഹസ്രനാമം ജപിക്കാൻ തുടങ്ങി ഇത്രേ മഹാദേവൻ്റെ. അതുപോലെ ഇങ്ങനെ ഓരോ സമയത്തും വ്രജവാസികൾ പറയുന്ന കഥകൾക്ക് വ്യത്യാസമുണ്ട്. അവിടെ ഇങ്ങനെ വേറെ ബ്രഹ്മാണ്ഡഘാട്ടിൻ്റെ അടുത്തായിട്ട് ഒരു മഹാദേവൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ അതിൽ ഒരു കഥ പറയണത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ, മണ്ണ് തിന്നും കണ്ണൻ. ബ്രഹ്മാണ്ഡഘാട്ടെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ബ്രഹ്മാണ്ഡം കാണിച്ചു കൊടുത്ത ആ യമുനയുടെ തീരം. അത് ഘാട്ട് എന്ന് വെച്ചാൽ യമുന തീരമാണ്. അപ്പോൾ ആ ബ്രഹ്മാണ്ഡം കാണിച്ചു കൊടുത്ത സ്ഥലം ആണ്. അപ്പോൾ അവിടെ വച്ചിട്ട് മണ്ണ് തിന്നു എന്ന് പറയുമ്പോൾ യശോദാമ്മ ഓടി വന്ന് മണ്ണ് നിന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ മണ്ണ് തിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പം വിളിക്കും, മഹാദേവനെ വിളിക്കണോ എന്ന് ചോദിക്കും. അപ്പോൾ മഹാദേവനെ വിളിക്കണോ എന്ന് ചോദിക്കുന്ന ആ നിമിഷത്തിൽ മഹാദേവൻ വേഗം അവിടെ വന്നിട്ട് ചോദിക്കും, എന്നെ വിളിച്ചോ എന്ന് ചോദിച്ച് പ്രത്യക്ഷപ്പെടുത്തറേ. ആ ഒരു ഭാവത്തിലാണ് അത് ചോദിക്കുമ്പോഴേക്കും ഭഗവാനെ ഇങ്ങനെ വിളിക്കണ കാത്തിരിക്കുകയാണ്. അങ്ങനെ ഓരോരോ സ്ഥലത്തും മഹാദേവൻ്റെ ഓരോ കഥകൾ പറഞ്ഞ് മഹാദേവൻ ഇല്ലാണ്ട് ആ വൃന്ദാവനത്തിൽ ഒരു ഇടമില്ല. കാരണം ആ പരമഭക്തനായിട്ടുള്ള ആ ഭഗവാനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് വൃന്ദാവനത്തിൽ തൻ്റെ ഓരോ മൺതരിയിലൂടെയും ഭഗവാൻ ഓടി നടക്കും. എല്ലാം അനുഭവിക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ അവിടെ പ്രകടമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ ധാരാളം കഥകൾ ഇന്നെന്തോ വൃന്ദാവനത്തിലേക്കാണ് മനസ്സെത്തിയത്. അപ്പോൾ അതിങ്ങനെ അനുഭവിക്കുക എന്നുള്ളത് ഭാഗ്യം തന്നെയാണ്. ഈ അടുത്ത കാലത്ത് 1-2 പേര് വൃന്ദാവനത്തിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു പ്രഭുവിനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു, നിരഞ്ജൻ ദാസ് പ്രഭു. അദ്ദേഹം ആണ് അവരെയൊക്കെ കൊണ്ടുപോയത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഇതുപോലെ ധാരാളം പേര് വൃന്ദാവനത്തിലേക്ക് വന്നാൽ അത് വേണ്ടതുപോലെയൊക്കെ ചെയ്ത് അത് ആ വൃന്ദാവനത്തിൻ്റെ ഏറ്റവും മഹത്വമേറിയ സ്ഥലങ്ങൾക്ക്, അപ്പം നമ്മൾ നിത്യമായിട്ട് കാണുന്നതിലും വിട്ടിട്ട് അതിൻ്റെ മഹത്വമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയും
നാമജപത്തിലൂടെയൊക്കെ വൃന്ദാവനത്തെ കൂടുതൽ കൂടുതൽ അനുഭവമാക്കി തീർക്കുന്നുണ്ട് എന്ന് ഉള്ളത് അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. കാരണം അത്രയും വൃന്ദാവനത്തിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്ന് നമ്മളോടുണ്ടായ സത്സംഗത്തിൽ തന്നെ ആ ഭഗവാന്റെ കാര്യം പറയുമ്പോഴേക്കും അദ്ദേഹത്തിന് കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയ അനുഭവമൊക്കെ 1-2 പേര് നമ്മളോട് അനുഭവം പങ്കുവച്ചു. അപ്പോൾ അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിട്ടോ എന്തോ എനിക്കിന്ന് വൃന്ദാവനത്തിലാണ് മനസ്സുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എത്താൻ സാധിച്ചത്. അത് തന്നെ പുണ്യം. വൃന്ദാവനത്തിന് അത്രയും ധന്യമാണ് വൃന്ദാവനം. അതിനെ സ്മരിക്കുക എന്നുള്ളത് തന്നെ പുണ്യം. അത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെ എപ്പോഴും ആ ഭഗവാന്റെ ചിന്തകളും നാമങ്ങളും ലീലകളും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ. അത് തന്നെയാണ് നമ്മുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കൊക്കെ ഏകമായിട്ടുള്ള ആശ്വാസം. എത്ര വലിയ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിലും എത്ര വലിയ വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഭഗവാന്റെ മനോഹരമായ കഥകൾ അല്ലേ. കൊച്ചുകുട്ടിയുടെ കാര്യം തന്നെ നോക്കൂ. ഇന്നലെ ഇവിടെ ഒരു കാര്യം ഉണ്ടായി. ചെറിയ മോള് മകൻ്റെ കുട്ടി എന്തോ കാര്യത്തിന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാശി പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ണൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ മൊബൈൽ വാട്സാപ്പിൽ അയച്ചു തരുമല്ലോ. ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവൾ അമ്മയുടെ അടുത്ത് എന്തോ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൽ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർകാലേ പാടിക്കുഴലൂതി എന്നുള്ള പാട്ടും അതിനോടൊപ്പം കൃഷ്ണൻ്റെ മനോഹരമായൊരു ചിത്രം. വേഗം കരച്ചു നിർത്തി ഓടി വന്നു. അപ്പോഴേക്കും പക്ഷെ ഞാൻ കുട്ടിയെ ശ്രദ്ധിക്കണില്ല. കുട്ടി കരയണതൊക്കെ കേൾക്കണമെങ്കിൽ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അവളെ ഓടി ഇങ്ങോട്ട് വരണം ശ്രദ്ധിച്ചില്ല. അപ്പോഴേക്കും ഇത് എന്തോ സ്റ്റാറ്റസ് ഇട്ടതെങ്ങാണ്ടാണ് ഞാൻ കണ്ടത്. അതങ്ങോട്ട് മാറിയപ്പോൾ പറഞ്ഞു ഞാൻ ആ പാട്ട് കേട്ടിട്ട് കണ്ണനെ കാണാൻ ഓടി വന്നത്. അപ്പോൾ കരയണേൻ്റെ കാര്യമൊക്കെ മറന്നു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആ പാട്ട് അത് നോക്കി വച്ചു കൊടുത്തപ്പോൾ അത് കേട്ട് ചിരിച്ചൊക്കെ പോയൊക്കെ നിറഞ്ഞ കണ്ണ് ചിരിയും കാണാൻ നല്ല രസം. അത് കഴിഞ്ഞ് അങ്ങോട്ട് മാറി വഴി വീണ്ടും ആ കാര്യത്തിന് തിരിഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ നോക്കൂ, നമ്മുടെ മനസ്സിനെ മാറ്റുന്നത് ആ ഭഗവാന്റെ ഒരു പാട്ട്, ഭഗവാന്റെ ഒരു നാമം, ഭഗവാന്റെ ഒരു ചിത്രം നമുക്കും അത് അനുഭവമാവാറുണ്ട്. കുട്ടികൾ നിഷ്കളങ്കരായതുകൊണ്ട് അവരുടെ ആ ഭാവം പ്രകടമായിട്ട് കാണിക്കുന്നു. നമ്മളങ്ങനെ നമ്മുടെ ഉള്ളിൽ അത്രയും കലികൽമഷങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ പ്രകടമാക്കണില്ല നമ്മളെന്നുള്ളത്. എന്നാലും എത്രയും നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴും മനോഹരമായിട്ടുള്ളൊരു പാട്ടോ ഒരു ചിത്രമോ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു ആശ്വാസം നോക്കൂ. അപ്പം അതുകൊണ്ട് ആ ഈശ്വരൻ്റെ സാമീപ്യം നമ്മുടെ താപത്രയങ്ങളെല്ലാം അകറ്റും എന്നുള്ളതിൻ്റെ ഉദാഹരണം അത് തന്നെയാണ്. അപ്പം എല്ലാവരുടെയും മനസ്സിലെപ്പോഴും ശാന്തി, സമാധാനം, സന്തോഷം ഉണ്ടാവട്ടെ. കഴിഞ്ഞ ദിവസം ഒരമ്മ എന്നോട് പറഞ്ഞു അവരുടെ മകൻ്റെ കുട്ടിയുടെ കിഡ്നി മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയാണെന്ന് പറഞ്ഞ കൊച്ചു കുഞ്ഞാണ്. അത് അമ്മ തന്നെയാണ്, കുട്ടിയുടെ അമ്മയാണ് അതിന് ഡൊണേഷൻ ചെയ്യണത്. അപ്പം പ്രാർത്ഥിക്കണം എന്നെല്ലാം പറഞ്ഞിരുന്നു. അത് ഞാൻ ഇവിടെ പറയേണ്ടായി, വാട്സപ്പ് ഗ്രൂപ്പിൽ പറയേണ്ടായി. നമുക്ക് ഇങ്ങനെ വരാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ എല്ലാവരോടായിട്ട് പറയട്ടെ, അത് അറിഞ്ഞ എല്ലാവരോടുമായിട്ട്. കാരണം അവരൊക്കെ അത് കേൾക്കണവരുമാണല്ലോ. ആ കുട്ടിയുടെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. കുറച്ച് ദിവസം അവൻ ICUവിൽ തന്നെയായിരിക്കും. അമ്മ ഇന്ന് മുറിയിലേക്ക് കൊണ്ടുവരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവരുടെയൊക്കെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടും ഒരുപാട് പേര് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കണവരുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരമ്മയുടെ കാര്യം പറഞ്ഞിരുന്നു. ആ അമ്മയുടെ കാര്യം ഒരമ്മയുടെ അടുത്ത് ചെന്നിട്ടാണ് പറഞ്ഞത്. പക്ഷെ എന്താ അറിയില്ല, കർമ്മപ്രാരാബ്ധം കൊണ്ടോ എന്തോന്നറിയില്ല. അമ്മയുടെ ദുഃഖം ഇന്നും കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ മകനെ പറ്റിയിട്ടുള്ള ദുഃഖം, മദ്യവും മയക്കുമരുന്നൊക്കെ ധാരാളം അമ്മമാരുടെ കണ്ണുകൾ ഇതുപോലെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ധർമ്മത്തിനൊക്കെ ച്യുതി സംഭവിക്കുമ്പോൾ ഭഗവാൻ വരും എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഭാവത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഭഗവാനെ
ഓരോരുത്തരുടെയും അടുത്തെത്തി അവരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കർമ്മപ്രാരാബ്ധങ്ങൾ അനുഭവിച്ച് തീർക്കണം. അതില്ല എന്നല്ല, എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാൻ ഭഗവാനോടല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഭഗവാനെ എല്ലാവർക്കും എന്തു തന്നെ വന്നാലും അത് പ്രസാദമായിട്ട്, ഈശ്വരപ്രസാദമായി സ്വീകരിച്ചുകൊണ്ട് അതിനെ ഉൾക്കൊള്ളാനായിട്ട്, അനുഭവം ഉൾക്കൊള്ളാൻ ആയിട്ട് നമുക്ക് സാധിക്കണേ, ആ കരുത്ത് നൽകണേ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഭഗവാൻ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. കാരണം ഇനി ഇവിടെ വന്ന് പോണവരെങ്ങനെ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ ഈശ്വരൻ അനുവദിച്ച് തന്നാൽ സത്സംഗത്തിലിരിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് മനസ്സുകൊണ്ട് സത്സംഗത്തിലിരിക്കാം. അതിനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വാക്കുകൾ ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും പാദത്തിൽ വീണ് നമസ്കരിക്കണം. ആരോടുമുള്ളിൽ പകയേശിടാതെ, നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ, രാഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ, തീരേണമേ കൃഷ്ണമതീയ ജന്മം. ശ്രീ ഗുരുവായൂരപ്പ ശരണം നാരായണ. അഖില ഗുരോ ഭഗവാൻ